ഹായ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സിനിമ ഇറങ്ങി ഇത്രയും സമയം കഴിഞ്ഞിട്ടും എന്തിന് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നു എന്ന് ചോദിച്ചാൽ പറയേണ്ടതുണ്ട്. കാരണം ഞാനടക്കമുള്ള ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് മിക്സഡ് റിവ്യൂ ആണ് വന്നത്. എന്നാലും ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തൊരു സിനിമയാണ്. ഒരു മോശം സിനിമയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. അതായത് എല്ലാവർക്കും അറിയാം, കട്ട വിജയ് ഫാൻസ് ആണെങ്കിൽ പോലും അറിയാം, വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട്സ് അല്ല വന്നിട്ടുള്ളത്. ഒരു മിക്സഡ് റിവ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഒരു 60% ആളുകളും ഭൂരിപക്ഷം ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത സിനിമയുമാണ്. എന്നിട്ടും ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം നെഗറ്റീവ് കേട്ടിട്ടും, എസ്പെഷ്യലി വിജയുടെ കേസിലാണെങ്കിൽ മറ്റു സിനിമകൾ പോലെയല്ല, നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് വൻപൻ നെഗറ്റീവ് ആവും. കാരണം ഹേറ്റേഴ്സ് അത്രയുണ്ട്, അവര് അങ്ങനെ അത് പെരുപ്പിച്ച് പറയുകയും ചെയ്യും. ഇങ്ങനെ ആയിട്ടും ദളപതിട എന്നാണ് പറയാനുള്ളത്. കാരണം ഭയങ്കരമാണ് കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ടോപ്പ് 10 എടുക്കാം. 10 നിന്ന് ഇങ്ങനെ 9, 8 കൊണ്ട് മുകളിലേക്ക് പോവാം. അതിൽ എത്ര വൻപൻ ആക്ടേഴ്സ് ഉണ്ട്, അവിടെ കളക്ഷൻ എത്രയാണ് നമുക്ക് അറിയും ചെയ്യാലോ. 10ാം സ്ഥാനത്ത് ഗരുഡനാണ്. ഗ്രാസ് റൂട്ട് ഫിലിം കമ്പനിയാണ് ചെയ്തിട്ടുള്ളത്. ലാർക്ക് സ്റ്റുഡിയോസ്. 50 കോടിയാണ് അതിന്റെ കളക്ഷൻ. നമ്മുടെ ഉണ്ണിമുന്തനടക്കം അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. നമ്പർ 9 അയലാൻ. KJR സ്റ്റുഡിയോസ്, ഫാൻറ്റം FX സ്റ്റുഡിയോസ്. 78 കോടിയാണ് കളക്ഷൻ. നമ്മുടെ SK ശിവകാർത്തികേയൻ. 8ാം സ്ഥാനത്ത് ദിമോണ്ടെ കോളനിയാണ്. വൈറ്റ് നൈറ്റ്സ് എന്റർടൈൻമെന്റ്, ജ്ഞാനമുത്തു പട്ടരൈ. 85 കോടി രൂപയാണ് ഇതിന്റെ കളക്ഷൻ. ദിമോണ്ടെ കോളനി സൂപ്പർ പടമാണെന്ന് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, വേറെ കാര്യം. 7ാം സ്ഥാനത്ത് ക്യാപ്റ്റൻ മില്ലർ, സത്യജ്യോതി ഫിലിംസ്. 88 കോടി. ഇവിടെ നടൻ എന്ന് പറഞ്ഞ ഓൾറെഡി ശിവകാർത്തികൻ ഒന്ന് കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ധനുഷാണ്. 88 കോടിയാണ് കളക്ഷൻ. മോശമില്ലാത്ത കളക്ഷനാണ്. 6 അരൺമനൈ 4. അരൺമനൈ വൻ ചളിപ്പടമാണെങ്കിലും 100 കോടി, 100.50 കോടി നേടിയിട്ടുണ്ട്. ആർമി സിനിമാക്സ് ആണ്. ബെൻസ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ്. പിന്നെ ഈ സിനിമ അതിനെ കുറച്ച് ഫാൻ ബേസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അത് ഹിറ്റായി. 5ാം സ്ഥാനത്ത് തങ്കലാൻ. സ്റ്റുഡിയോ ഗ്രീൻ, നീലം പ്രൊഡക്ഷൻസ്. 105 കോടിയാണ് കളക്ഷൻ. തങ്കലാനിൽ വരുമ്പോൾ ചിയാൻ വിക്രമാണ് നായകൻ. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതൊരാളാണ്. ടോപ്പ് 5. 4ാം സ്ഥാനത്ത് മഹാരാജ, വിജയ് സേതുപതി, ദ റൂട്ട്, തിങ് സ്റ്റുഡിയോസ്, പാഷൻ സ്റ്റുഡിയോസ്. 110 കോടിയാണ് കളക്ഷൻ. 5ാം സ്ഥാനത്താണ് കേട്ടോ. 4ാം സ്ഥാനത്താണ്. നമ്പർ 3 ഇന്ത്യൻ 2. അയ്യോ, ലൈക്ക പ്രൊഡക്ഷൻസ്, റെഡ് ജെൻ മൂവീസ്. 151 കോടിയാണ് മർമണി തത്ത വന്ന് നേടിയിട്ടുള്ളത്. വീണ്ടും ഉലകനായകൻ കമൽഹാസനാണ് നായകൻ. 151 കോടി. ഫ്ലോപ്പ് ആയിരുന്നു സിനിമ കേട്ടോ, നെഗറ്റീവ് ആയിരുന്നു ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ. നമ്പർ 2 വീണ്ടും ധനുഷ്, രായൻ, സൺ പിക്ചേഴ്സ്. 160 കോടിയാണ് കളക്ഷൻ. രായന്റെ സിനിമയുടെ ബജറ്റ് എത്രയൊന്നും എനിക്കറിയില്ല. അപ്പൊ നമ്പർ 2 ഇരിക്കുന്നത് 160 കോടി. ഇവിടെ 2 പ്രാവശ്യം ധനുഷ് വന്നു. ഇതിനു മുമ്പ് വന്നപ്പോൾ ക്യാപ്റ്റൻ മില്ലറിൽ 88 കോടിയായിരുന്നു. ചിയാൻ വിക്രം വന്നു. ചിയാൻ വിക്രം തങ്കലാനായിട്ട് വന്നത് 105 കോടിയാണ്. വിജയ് സേതുപതി മഹാരാജ ആയിട്ട് വന്നത് 110 കോടിയാണ്. ഉലകനായകൻ, സാക്ഷാൽ ഉലകനായകൻ കമൽഹാസൻ ഇന്ത്യൻ 2 ആയിട്ട് ഫ്ലോപ്പ് ആയിരുന്നു, അതുകൊണ്ടാണ് ആയിരിക്കും അങ്ങനെ. എന്നാലും 151 കോടിയാണ്. നമ്പർ 1 ഓൾവേസ് ദളപതി, 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 എന്തും പറയാം. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, വൺ ആൻഡ് ഓൺലി ദളപതി. AGS എന്റർടൈൻമെന്റ്. എത്ര ആയിരിക്കും? ഇരട്ടി, രണ്ടിരട്ടി, മൂന്നിരട്ടി? 416 കോടി രൂപ. 416 കോടി രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് എന്ന് പറയുന്നത്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ 2ാം സ്ഥാനത്തിരിക്കുന്ന രായൻ 160 കോടി. അതായത് രണ്ടിരട്ടി എന്ന് പറയുമ്പോൾ തന്നെ 200, 320 കോടി ആവണുള്ളൂ. മൂന്നിരട്ടി 480 ആവും. മൂന്നിരട്ടി ഇല്ല, ഏകദേശം മൂന്നിരട്ടിയോളം. ഭയങ്കരം തന്നെ, ഭയങ്കരം തന്നെ. നല്ല ഒന്നും പറയല്ല. അതിന്റെ ഒരു ന്യൂസ് കൂടെ വന്നിട്ടുണ്ട്, വെർച്വൽ മീഡിയ എന്റർടൈൻമെന്റ്സിൽ വന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ വായിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ, ഹയസ്റ്റ് ഗ്രോസിംഗ് തമിഴ് മൂവീസ് നടിച്ചാൽ തന്നെ വരും. വെർച്വൽ മീഡിയ കുറച്ച് മുമ്പിട്ടാണ്. ദളപതി എന്ന് പറഞ്ഞിട്ടുണ്ട് 13 ദിവസം കൊണ്ട് 413 കോടി കടന്ന് ദി ഗോട്ട്. അത് ഇതിന് താഴെയും ഈ കമന്റ് വന്നിട്ടുണ്ട്. കാരണം സിനിമ ഭയങ്കരമായതുകൊണ്ടല്ല, സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂസ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഭൂരിഭാഗം ആളുകൾ നെഗറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു അറ്റ്ലീസ്റ്റ് അപ്രോക്സ് ഒരു 60% ആളുകളെങ്കിലും നെഗറ്റീവാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും 416 കോടി രൂപ നേടുക എന്ന് പറഞ്ഞാൽ ദ പവർ ഓഫ് ദളപതി. വേറെ ഒന്നുമില്ല അതിൽ.
തളപതി വിജയ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഫാൻ പവർ ആണ്, ഫാൻ പവർ. മറ്റൊരു നടനും അവകാശപ്പെടാനില്ലാത്ത ഫാൻ പവർ. അത് ഇപ്പോൾ പല ആളുകളും ഇപ്പോഴും അംഗീകരിക്കാൻ വലിയ പാടാ. ഇവിടെ വലിയ വലിയ ആളുകളൊക്കെ പറയും അഭിനയം കൊണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല, നല്ല അഭിനയമുള്ള ഒരുപാട് ആളുകളുണ്ട്. കട്ടക്ക് നിൽക്കാൻ പറ്റിയതും മുകളിൽ നിൽക്കുന്നു പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ആ സ്വാഗും ആ സ്റ്റൈലും ആ ഫാൻ പവറും അത് അത് വേറെ ആർക്കും ഇല്ല. യുണീക്ക് ആയിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. അപ്പൊ രജനീകാന്ത് ഒക്കെ വളരെ യുണീക്ക് സ്റ്റൈലിലുള്ള ആളാണ്. ഞാൻ പറഞ്ഞത് അത്രമാത്രം ഫാൻ പവർ ഉള്ള ഒരു നടനാണ് തളപതി. അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ നേടിയിട്ടുള്ളത്. ഇതിനു മുമ്പും ഒരുപാട് സിനിമകളുണ്ട് ഫ്ലോപ്പ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള സിനിമകൾ. കളക്ഷൻ നോക്കിയാൽ മനസ്സിലാവും. അത് ഇദ്ദേഹത്തിന്റെ ഫാൻ പവർ ആണ്. അത് എന്തൊരു, ഒരു സ്ഥലത്തും ഒരു നടനിലും നമുക്കത് കാണാൻ കഴിയില്ല. ഇത്രയും ആവേശം ആ ഒരു പേര് പറയുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു നടൻ സ്റ്റേജിൽ കയറി ദളപതി എന്ന് പറയുമ്പോഴേക്ക് കിട്ടുന്ന ആ ഒരു ആരവം ഒരു നടനും കിട്ടില്ല. അത് ഇന്ത്യൻ സിനിമയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രമാത്രം പാൻ ഇന്ത്യൻ റീച്ചുള്ള, പാൻ ഇന്ത്യൻ ഫാൻ പവർ ഉള്ള ഒരു നടൻ അത് ദളപതി വിജയ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇമ്മാതിരി ഒരു കളക്ഷൻ നേടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് വിജയ് ഇപ്പോഴും ഇങ്ങനെ ടോപ്പിൽ നിൽക്കുന്നത്. പുള്ളിക്കാരന് സത്യത്തിൽ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു നടനായതുകൊണ്ട് തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ എന്താ പറയാ സാധ്യതയുള്ള ഒരു നടനാണ്. കാരണം ഞാൻ ഇന്ന കാറ്റഗറി കൊടുത്താൽ മാത്രമേ ഹിറ്റാവൂന്നൊന്നും ഇല്ല, എന്ത് ചെയ്താലും ഹിറ്റാവും. സോ അങ്ങനത്തെ ഒരു വലിയ ഫ്രീഡം അവിടെ ഉണ്ട്, അത്രയും വലിയ സ്പേസ് അവിടെ ഉണ്ട്. അത് ആക്ച്വലി തലവധി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതിൽ വലിയ സങ്കടമുണ്ട്. ഒരു ആരാധകൻ എന്ന രീതിയിൽ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ എനിക്കതുണ്ട്. ഞാൻ എന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ടന്റ്, വളരെ വ്യത്യസ്തമായ ഒരു കണ്ടന്റ് ധൈര്യമായിട്ട് ഇറക്കിക്കൂടെ? ഫാൻസ് കാണും, ഹിറ്റാവും, കളക്ഷനും കിട്ടും. ഒരു ഡൗട്ടും ഇല്ല അതിലൊന്നും. അപ്പൊ അത്രയും ഒരു ഫ്രീഡം ഉണ്ടായിട്ടും പുള്ളി ചെയ്യാത്തത് ഈ പറഞ്ഞ പോലെ എന്റെ ഫാൻസിന് വേണ്ടിയിട്ടാണ്, തമിഴ്നാട്ടിലുള്ള എന്റെ ആരാധകർക്ക് വേണ്ടിയാണ്, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്, അവർക്ക് മനസ്സിലാവുന്ന അവർ ഇഷ്ടപ്പെടുന്ന സിനിമ മതി എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ ഒരു നടൻ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ഉള്ള പൊളിറ്റിക്സ് ഉണ്ട്. അദ്ദേഹം CM ആവാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അവിടെ വ്യക്തമാണ്. തെറ്റ് പറയുന്നില്ല, തെറ്റ് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു നടൻ എന്ന രീതിയിൽ ഇത്തരം കാഴ്ചപ്പാടുള്ളതുകൊണ്ട് നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല, അത് സത്യമാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഒരു നടൻ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഉത്തരവാദിത്വം ഇത്തരം കാര്യങ്ങൾ കൂടി കാണിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെറൈറ്റി ഉള്ള പടങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയൊരു പ്രചോദനമാവും. അത്രയും ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന, അത് പ്രൊഡ്യൂസേഴ്സിൽ, അത് ആരാധകരിൽ മാത്രമല്ല മറ്റു നടന്മാരിലും പ്രൊഡ്യൂസറിലും ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ അത്രയും വലിയ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന ഒരു നടനാണ് വിജയ്. പക്ഷെ വ്യക്തിപരമായി അദ്ദേഹം ഈ പറഞ്ഞ പോലെ നല്ലൊരു ലീഡർ, അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരൻ, ഒരു തോഴനൊക്കെ ആവാൻ പറ്റിയിട്ടുള്ള ആളാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം എപ്പോഴും എന്റെ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവരെന്ന് ചിന്തിക്കുന്നത്. സോ കുറ്റം പറയാൻ പറ്റില്ല, അത് പുള്ളിക്കാരന്റെ ഇഷ്ടം. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു ഇത്രയും വലിയൊരു നടൻ, ഇത്രയും ചാൻസസ് ഉള്ള ഒരാൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിലും. സോ ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം മുഴുവനായിട്ട് പൊളിറ്റിക്സിലേക്ക് പോകാതെ സിനിമയിലേക്കും തിരിച്ചു വന്നാൽ മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രാർത്ഥനയും ആഗ്രഹവും ഒക്കെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് ഇത്രയും കളക്ഷൻ കിട്ടാൻ വേറെ എന്തെങ്കിലും കാരണങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടെ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ.